ഹായ് ഓൾ, ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നൊരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണ്. അതിന് നമുക്ക് ആവശ്യമായ ചെറുപയർ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് 2 പച്ചമുളക്, 4-5 ചെറിയുള്ളി, ഒരു സവാളയുള്ളി അരിഞ്ഞത്, പിന്നീട് 2 തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ പയറൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് അല്പം തേങ്ങാപ്പീര, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം, 4-5 വെളുത്തുള്ളിയുടെ അല്ലിയോടെ ചേർത്തൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിനെ മാറ്റി അതൊന്ന് തിളച്ച് വീഴുമ്പോഴത്തേക്കും നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്തിളക്കാവുന്നതാണ്. പിന്നീട് ഇതെല്ലാം ഒന്ന് ഇളക്കി പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ കടുക് വറുത്ത് ചേർക്കാവുന്നതാണ്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ, അതിലേക്ക് അല്പം കടുകും ഉലുവ കൂടെ ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് 4-5 ചെറിയുള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. പിന്നീട് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഇത് ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ ചെറുപയർ കറിയുടെ മുകളിൽ അല്പം നെയ്യ് ഒഴിക്കുന്നത് കറിക്ക് അല്പം സ്വാദ് കൂട്ടാൻ സഹായിക്കും. ഇതൊരു ഓപ്ഷണലാണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. തയ്യാറാക്കിയ ചെറുപയർ കറി നമുക്ക് ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.